ഹലോ, പ്രിയമുള്ളവരെ, അകലം വേണ്ടെങ്കിൽ എല്ലാവരും കുറച്ച് മുന്നോട്ട് പോകും. പ്രിയമുള്ളവരെ, 1990 പുറത്തിറങ്ങിയൊരു മലയാള സിനിമ പാവം പാവം രാജകുമാരൻ എന്നാണ് ആ സിനിമയുടെ ടൈറ്റിൽ. അത് കമലാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ആ സിനിമയുടെ തിരക്കഥ ശ്രീനിവാസൻ എഴുതിയ തിരക്കഥയാണ്. മുഖ്യ കഥാപാത്രമായ ബാലകൃഷ്ണൻ മാഷെ അവതരിപ്പിക്കുന്നത് ശ്രീനിവാസനാണ്. ഒരു പാരലൽ കോളേജ് ഹിന്ദി അധ്യാപകനാണ് ആ സിനിമയിലെ ശ്രീനിവാസൻ. അദ്ദേഹം ഒരല്പം പിശുക്കനാണ് ആ സിനിമയിൽ. ഒരല്പം സെൽഫ് ഡിസിപ്ലിനും അധികമുള്ളൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഒരു ക്രോണിക് ബാച്ചിലറാണ്. ഒരുപാട് സ്ഥലത്ത് പെണ്ണ് കാണാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ സങ്കല്പത്തിലുള്ള ഭർത്താവിൻ്റെ രൂപമല്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് പല പെൺകുട്ടികളും അദ്ദേഹത്തെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുടർന്നു പോകുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ 3 സുഹൃത്തുക്കൾ, അത് ഒന്ന് സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്ന ഒരു വേഷമാണ്, ജഗദീഷ്, അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു. ഇവർ 3 പേരും കൂടി ഒരു തീരുമാനം എടുക്കും. ഇദ്ദേഹത്തിനെ ഒന്ന് കേവലം ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഇദ്ദേഹത്തിനെ ഒന്ന് പറ്റിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ എഴുതുകയാണെന്ന ഭാവത്തിൽ അവർ ശ്രീനിവാസന് നിരന്തരം പ്രണയലേഖനങ്ങൾ അയക്കുകയാണ് ബാലകൃഷ്ണൻ മാഷ്ക്ക്. ആ പെൺകുട്ടി രാധിക എന്നൊരു പെൺകുട്ടിയുടെ പേരിലാണ്. രാധികയുടെ വേഷം ചെയ്യുന്നത് രേഖ എന്ന നടിയാണ്. പിന്നീട് ഓട്ടോ സിനിമയിലൊക്കെ വളരെ പ്രശസ്തിയായിട്ടുള്ള രേഖയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ഈ കത്തുകൾ വായിച്ച് ശ്രീനിവാസനിൽ രാധികയോട് അനുരാഗം ജനിക്കുകയും, രാധികയെ ശ്രീനിവാസൻ കണ്ടിട്ടില്ല, ഇവർ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ശ്രീനിവാസന് തീവ്രമായ പ്രണയം തോന്നുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. പക്ഷെ പിന്നീടാണ് ശ്രീനിവാസൻ അറിയുന്നത് ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് എന്ന് ശ്രീനിവാസൻ പിന്നീട് തിരിച്ചറിയാണ്. അപ്പോൾ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര ഡിപ്രഷൻ വരും, ഭയങ്കര ഫ്രസ്ട്രേഷൻ വരുന്നു. അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, കഷ്ടി ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതിന് ഇത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ആ പ്രദേശം നാട് വിടുകയാണ്. വിട്ട് വർഷങ്ങൾക്ക് ശേഷം സിദ്ദിഖിൻ്റെ കഥാപാത്രത്തിന് ഈ ബാലകൃഷ്ണൻ മാഷയുടെ ഒരു കത്ത് വരികയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണത്. നമുക്കൊന്ന് കാണാം. ലൗഡെയിൽ എന്ന് പറഞ്ഞ നീലഗിരീസിലുള്ള ലൗഡെയിൽ എന്ന സ്ഥലത്ത് നമുക്കൊന്ന് ഒന്നിച്ച് കാണാം, നിങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറയാണ്. അങ്ങനെ 3 പേരും, മണിയമ്പിള്ള രാജുവും സിദ്ദിഖും ജഗദീഷും 3 പേരും വർഷങ്ങൾക്ക് ശേഷം, അവരൊക്കെ കരുതിയത് ബാലകൃഷ്ണൻ മാഷ് നേരത്തെ മരിച്ചുപോയി എന്നാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവർ ഈ ലൗഡെയിൽ എത്തുകയും അവിടെ ഇവരെ സ്വീകരിക്കാൻ ശ്രീനിവാസൻ റെഡിയായി നിൽക്കുകയും ചെയ്യുന്നു. ഒരു മാരുതി ഒമ്നി വാനിൽ അവർ ലൗഡെയിൽ എന്ന് പറഞ്ഞൊരു ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാണ്. അങ്ങനെ യാത്രാ മധ്യേ ശ്രീനിവാസൻ വണ്ടി, അദ്ദേഹത്തിൻ്റെ കാറ് സൈഡാക്കിയിട്ട് ഒരു കാട്ടിലേക്ക്, ഒരു കുന്നിൻ ചെരുവിലേക്ക് കയറുകയും ശ്രീനിവാസൻ്റെ അനുഭവത്തെ വളരെ സ്നേഹത്തോടുകൂടിയാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ശ്രീനിവാസൻ മാറുന്നു. ശ്രീനിവാസൻ പറയുന്നു, നിങ്ങൾ ഇത്രയും കാലം എന്നെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു, എന്നെ നിങ്ങളൊരു ബഫൂണാക്കി, ഒരു പരിഹാസ്യപാത്രമാക്കി മാറ്റി, പക്ഷേ നിങ്ങൾക്കുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ ഒളിപ്പിച്ചു വച്ച തോക്കെടുത്തിട്ട് അവർക്ക് നിരച്ചു കൊണ്ടുകയാണ്. ഇതാണ് എനിക്ക് നിങ്ങളുള്ള പ്രതികാരം, നിങ്ങളെ ഞാൻ വധിക്കാൻ പോവുകയാണെന്ന് ശ്രീനിവാസൻ പറയുകയാണ്. ഒരുപക്ഷെ ഈ ഒരു സീൻ, പാവം പാവം രാജകുമാരുള്ള ഈ ഒരു സീൻ ഒരുപക്ഷെ ശ്രീനിവാസൻ്റെ ഏറെക്കുറെ 50 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന
ചലച്ചിത്ര ജീവിതത്തിൻ്റെ അദ്ദേഹത്തിന് അഭിനയിച്ച കഥാപാത്രങ്ങളുടെ അദ്ദേഹം എഴുതി നിർമ്മിച്ച കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു ട്രോപ്പായിട്ട് ഈ ഒരു പർട്ടിക്കുലർ സീനെ നമുക്ക് കാണാം. ശ്രീനിവാസൻ്റെ മറ്റ് കഥാപാത്രങ്ങളെ വിലയിരുത്താനുള്ള ഒരു ടൂളായി പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സീൻ നമുക്ക് കാണാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു. കാരണം തന്നെ ഒരു ഹാസ്യ കഥാപാത്രമാക്കി വിചാരിക്കുന്ന, തന്നെ ഒരു കൊമേഡിയനാക്കി കാണുന്ന ഒരു സമൂഹത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ച ഒരു തോക്ക് എപ്പോഴും ശ്രീനിവാസൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ശ്രീനിവാസൻ്റെ സിനിമകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലയാളികളുടെ, ശരാശരി മലയാളിയുടെ ഒരു മധ്യവർഗ ജാടയെ, പൊങ്ങച്ചത്തെ, ബുദ്ധിജീവി നാട്യത്തെ എല്ലാം എപ്പോഴും പ്രതിസന്ധിയിലാക്കുന്ന ഒരു തോക്ക് എപ്പോഴും ശ്രീനിവാസൻ്റെ ഹാസ്യത്തിനുള്ളിൽ ശ്രീനിവാസൻ ഒളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹിപ്പോക്രസിയുടെ കൽപ്പന മാഷ് ഒരിടത്ത് സൂചിപ്പിക്കുന്നത് പോലെ ഡെമോക്രസി ഇവിടെ വാഴുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ശ്രീനിവാസന് ഒരു സന്ദേഹമുണ്ട്. പക്ഷേ ഹിപ്പോക്രസി ഇവിടെ വാഴുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ ഹിപ്പോക്രസിക്ക് നേരെ ചൂണ്ടിപ്പിടിച്ചൊരു തോക്ക് എപ്പോഴും ശ്രീനിവാസൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ തോക്ക് കാണുമ്പോൾ നമ്മൾ ആദ്യം ചിരിക്കും, പിന്നീട് നമ്മൾ ഭയക്കും, നമ്മൾ ചിന്തിക്കും, നമ്മൾ അസ്വസ്ഥരാകും. ശ്രീനിവാസൻ കഴിഞ്ഞ വർഷം ഡിസംബർ 20 നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രീനിവാസൻ അനുസ്മരണ ചർച്ചാ വേദിയിലേക്ക് എത്തിയ മുഴുവൻ ആളുകളെയും സസ്നേഹം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ശ്രീനിവാസൻ അനുസ്മരണ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള 2 അതിഥികൾ, 2 പേരും അധികം ആമുഖം ആവശ്യമില്ലാത്ത 2 വ്യക്തിത്വങ്ങളാണ്. CS വെങ്കടേശ്വരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാധ്യമ നിരൂപകനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ സിനിമയെ അക്കാദമിക വിഷയമായി എടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് വളരെ സുപരിചിതമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഉടലിൻ്റെ താരസഞ്ചാരങ്ങൾ, മലയാള ചലച്ചിത്ര പഠനങ്ങൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. ഡോക്യുമെൻ്ററി സംവിധായകനാണ്, അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്നേഹാദരങ്ങളോടെ പ്രിയങ്കരനായ CS വെങ്കടേശ്വരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്യമാഷ് തീർത്തും ആമുഖം ആവശ്യമില്ലാത്ത ഒരാളാണ്. കാരണം നമ്മുടെ ആർട്സ് കോളേജിൻ്റെ ഈ പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ സത്യമാഷ്ക്ക് ആമുഖം ആവശ്യമേ ഇല്ല. കാരണം ഏതാണ്ട് 10-12 വർഷം മാഷ് ഇവിടെ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. അധ്യാപക സംഘടനയുടെ സംസ്ഥാനതല അമരക്കാരനായി പലവട്ടം സേവനമനുഷ്ഠിച്ചയാളാണ്. ഒരു അക്കാഡമിഷ്യനാണ്. സാറിൻ്റെ ഗവേഷണ പ്രബന്ധം സിനിമയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയാണ്. സത്യമാഷയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. സത്യമാഷിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാഷ്ക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്. ഏതാണ്ട് 200-ലധികം കഥാപാത്രങ്ങളെ ശ്രീനിവാസൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു 50-60ഓളം തിരക്കഥകൾ ശ്രീനിവാസൻ എഴുതിയിട്ടുണ്ട്. 2 സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്, 2 സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല ആദ്യകാലങ്ങളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി വരെ, മമ്മൂട്ടിക്ക് വരെ ശബ്ദം കൊടുത്തിട്ടുണ്ട് ശ്രീനിവാസൻ. അപ്പം ഇങ്ങനെ അടിമുടി ചലച്ചിത്രകാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ വിയോഗത്തിൽ, ശ്രീനിവാസൻ്റെ വിയോഗത്തോടുകൂടി മലയാള സിനിമയ്ക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് ഒന്ന് ഓഡിയൻസ് വരെ സാറിൻ്റെ ചിന്തകളൊന്ന് പങ്കുവെച്ചാൽ. പ്രിയമുള്ളവരെ, തീരെ ആരോഗ്യസ്ഥിതി തീരെ മോശമാണ്. എപ്പം നിർത്തും എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് രാവിലെ ഡോക്ടറെ കാണാൻ പോയതുകൊണ്ടാണ് വൈകിയത്. എന്നാലും 11 മണിക്ക് മുമ്പ് തന്നെ എത്താൻ പറ്റിയിട്ടുണ്ട്. മലയാള സിനിമയിൽ ശ്രീനിവാസൻ്റെ വിയോഗം എന്താണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം അത്ര ഒറ്റവാക്കിൽ ഉത്തരം പറയാവുന്ന ഒന്നല്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ സാധാരണ മധ്യവർഗ ജീവിതത്തെ ചിത്രീകരിക്കുന്നതിനപ്പുറത്ത്, സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകൾ കൊണ്ടുവന്നതിനപ്പുറത്ത് ഒരു സിനിമാറ്റിക്കൽ അപ്പാരറ്റസൊക്കെ അത്ര ഭംഗിയായിട്ട് ഉപയോഗിച്ച ആളാണ് എന്ന്, സിനിമ പഠിച്ച ആളാണ്. പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ കാണുന്ന വിഷ്വൽസിൻ്റെ ഒരു രീതിയൊന്നും എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ
പലപ്പോഴും മലയാളികൾ എന്താഗ്രഹിക്കുന്നുവോ അത് നൽകാനുള്ള ശ്രദ്ധ മലയാള സിനിമയിൽ ശ്രീനിവാസൻ ഒറ്റയ്ക്കുന്നൊന്നും പറഞ്ഞോട്ടെ. നമ്മളൊരു കൂട്ടുകെട്ടുണ്ട്. ശ്രീനിവാസനും പ്രിയദർശനും സത്യൻ അന്തിക്കാടും ഒക്കെ അടങ്ങുന്നൊരു കൂട്ടുകെട്ട് തീർച്ചയായിട്ടും നമുക്ക് നൽകിയിട്ടുള്ള സിനിമകളൊക്കെ തന്നെ അത്തരത്തിൽ സാധാരണ ജനങ്ങളെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. പലപ്പോഴും ഇടതുപക്ഷ സഹയാത്രികൻ എന്നൊക്കെ നമ്മൾ പറയുന്ന അങ്ങനെയല്ല എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. പുള്ളിക്ക് അങ്ങനെ ഒരു പക്ഷത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ ചില ആളുകൾക്കുണ്ട്. ഇപ്പം വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ നിൽക്കുന്നത്. ഇടതുപക്ഷ സഹയാത്രികരൊക്കെ ഇടതുപക്ഷത്തെ സ്നേഹിച്ച് ഇനി അങ്ങോട്ട് ഭരണം വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം അങ്ങ് ഇല്ലാണ്ടായി പോകും, അല്ലെങ്കിൽ അടിത്തറയങ്ങ് പോയി പോകും എന്നൊക്കെ പ്രഗത്ഭരായ പലരും വിളിച്ചു പറയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അത്തരത്തിൽ ഇടതുപക്ഷമെന്ന് തോന്നിക്കുകയും എന്നാൽ എവിടെയും ഒരു കള്ളിക്കുള്ളിൽ നിൽക്കാത്തൊരാളായിട്ടാണ് ശ്രീനിവാസനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവമുണ്ടോ എന്നുള്ള ഇതിന് ദൈവം ഉണ്ട് എന്ന് ചിന്തിക്കുകയും പരീക്ഷയ്ക്ക് പാസ്സാവാൻ ദൈവത്തിന് നേർച്ച നേരുകയും ആ നേർച്ച കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ യുക്തിചിന്തയിലേക്ക് പോവുകയും അങ്ങനെ ഇടമറുകിനൊക്കെ വായിച്ച് യുക്തിയിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഓരോ കാലത്ത് എന്തൊക്കെ ചിന്തകളിലൂടെ പോയോ അങ്ങനെ കടന്നു പോകുന്ന ഒരു കൃത്യമായ ഇടത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതൊരു കുറ്റമാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ വളരെ ഒരു ഒരു രക്ഷപ്പെടുന്ന സ്പേസിൽ നിന്നിട്ടാണ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ ഉള്ളൊരു കാലം കഴിയുമ്പോഴും നമുക്കിങ്ങനെ ഒരു സിനിമയിൽ നഷ്ടം നികത്താനാവാത്തത് എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയെങ്കിലും സിനിമ ഇനിയും മുന്നോട്ട് പോകും. ആ കാലം കഴിഞ്ഞ് പുതിയ കാലത്ത് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം ജീവിക്കുമെന്നതിനപ്പുറത്ത് ഇതൊരു വലിയ നികത്താനാവാത്ത വിടവ് എന്ന പ്രയോഗത്തിനൊന്നും ശ്രീനിവാസൻ്റെ വിയോഗം ഉണ്ടാക്കി തീർക്കുമെന്നൊന്നുമുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും ശ്രീനിവാസൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം നൽകിയിട്ടുള്ള സിനിമകളൊക്കെ തന്നെ അവരുടെ ജീവിതത്തെ വിളിച്ചോതുന്നതാണ്. ഇപ്പോൾ സന്ദേശം സിനിമയിലെ ഈ പോളണ്ട് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന കുറേ സാധനമുണ്ട്. രാഷ്ട്രീയമായിട്ട് വളരെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടെന്ന മലയാളി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മലയാളിയെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകൾ എടുത്തു എന്നതിനപ്പുറത്ത് എനിക്കറിയില്ല. ഞാൻ CS വെങ്കടേഷിനെ കാണുന്നത്, ഞാൻ പല മലയാള നിരൂപണം വായിക്കുമ്പോഴും ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ആ സിനിമയുടെ പ്രമേയം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കഥ എന്താണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ട്. പക്ഷേ CS-ൻ്റെ പ്രത്യേകത അതിൻ്റെ വിഷ്വലിലേക്ക് പോയിട്ട് അത് സിനിമയുടെ ഉള്ളിലെ ദൃശ്യഭാഷയാണ് സിനിമ എന്നുള്ളതുകൊണ്ട്, കഥ പറച്ചിലല്ലാത്തതുകൊണ്ട് ആ ദൃശ്യഭാഷയിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ശ്രീനിവാസൻ്റെ അത്തരത്തിലുള്ള സംഭാവന എന്താണെന്ന് പറയാൻ ഒരു പക്ഷേ CS-ന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ കാലത്തും ഓരോ ആളുകൾ വന്നിട്ടുണ്ട്. ആ കാലം നമുക്ക് സമൃദ്ധമായിട്ട് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ശ്രീനിവാസൻ ഇല്ലാതാവുമ്പോൾ മലയാള സിനിമയുടെ ഒരു വലിയ വിടവുണ്ടാവുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്നാൽ മലയാള സിനിമയ്ക്ക് വേണ്ടത്ര പ്രത്യേകിച്ച് ഒരു ബുദ്ധിജീവികൾക്കല്ലാതെ ഇടത്തരം ആളുകളെ, സാധാരണ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ വരച്ചു കാട്ടുന്നു എന്നതുകൊണ്ട് തന്നെ അവർക്കെപ്പോഴും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമാ ശില്പിയാണ് ശ്രീനിവാസൻ എന്ന് പറയേണ്ടി വരും. CS-ലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ സത്യമാഷ് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, ഏതെങ്കിലും ഒരു പ്രത്യേക പക്ഷത്ത് നിന്നുകൊണ്ടല്ല ശ്രീനിവാസൻ തൻ്റെ സിനിമാ ദൗത്യം നിർവഹിച്ചത്, തൻ്റെ സാമൂഹ്യ വിമർശനം ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് സത്യമാഷ് പറഞ്ഞൊരു രത്നം ചുരുക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സത്യമാഷോട് ചോദിച്ച ചോദ്യത്തോടൊപ്പം CS-നോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്നുകൊണ്ടല്ല അങ്ങനെ സാമൂഹ്യ വിമർശനം ഉന്നയിക്കുന്ന ഒരു പരമ്പരാഗത രീതിയല്ല ശ്രീനിവാസൻ അനുവർത്തിച്ച് പോരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഏതെങ്കിലും ഒരു പ്രശ്നത്തെ, ഫൂക്കോ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ടൊരു നിരീക്ഷണം, നിങ്ങളൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയോളജിക്കൽ പ്രിമൈസിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു വിഷയത്തെ സമീപിക്കാം. ആ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ നിങ്ങൾക്ക് ഡിസെക്റ്റ് ചെയ്യാം. മറ്റൊന്ന്, നിങ്ങളൊരു പ്രശ്നത്തെ നേരത്തെ മുൻ നിശ്ചിത
ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്നുകൊണ്ടല്ലാതെ നിങ്ങൾക്കൊരു വിഷയത്തെ പ്രശ്നവൽക്കരിക്കാം എന്ന് ഫൂക്കോ പറയുന്നുണ്ട്. ഒന്നിനെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒന്നിനെ സമീപിക്കുന്നതിന് പോളമിക്സ് എന്നും അല്ലാത്തതിനെ പ്രോബ്ലമറ്റൈസ് ചെയ്യുക എന്നുമാണ് ഫൂക്കോ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ അനുഷ്ഠിച്ചു പോരുന്ന സിനിമ അല്ലെങ്കിൽ വിമർശന കർമ്മം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമറ്റൈസ് ചെയ്യുന്ന ഒരു ഭാഷയിലാണോ ശ്രീനിവാസൻ ഇടപെട്ടത് എന്നുകൂടി ഒന്ന് ചേർത്ത് പറഞ്ഞാൽ നന്നായിരുന്നു. നന്ദി. എനിക്ക് തോന്നുന്നു ഈ കോളേജിലായതുകൊണ്ട് എനിക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഈ ശ്രീനിവാസനെ കുറിച്ച് നമ്മൾ ഈ രീതിയിൽ സംസാരിക്കുന്നത് ഒരു അതർ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ അല്ലെങ്കിൽ ഒരു വിനോദ വ്യവസായത്തിൻ്റെ ഭാഗം, ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ മറിച്ച് അദ്ദേഹത്തെ കേരള സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലും രാഷ്ട്രീയ വ്യവഹാരങ്ങളുടെ ഒരു നടുവിലും നിർത്തി സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പക്ഷേ കേരളത്തിലെ സിനിമയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ വന്ന മാറ്റത്തിൻ്റെ കൂടി ഭാഗമാണ്. ഒരു പക്ഷേ സംസ്കാര പഠനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരം സംസ്കാര പഠനങ്ങളുടെ ഒരു തുടക്കക്കാരൻ എ സോമൻ എന്ന് പറയുന്ന ആൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് എന്നുള്ളത് ഞാൻ ഓർക്കുന്നത്. എൻ്റെ ആത്മസുഹൃത്തായിരുന്ന സോമൻ്റെ സ്ഥലമാണ് എന്നുള്ളത് ഞാനൊരു സോമന് കൂടിയുള്ളൊരു ആദരാഞ്ജലി ഉണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. ഷിബു ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ സത്യമാഷ പറഞ്ഞതിനുള്ള പ്രതികരണം എനിക്ക് തോന്നുന്നു ഒരു രീതിയിൽ ശ്രീനിവാസൻ്റെ ഒരു അനന്യത എന്ന് പറയുന്നത് ശ്രീനിവാസന് ഇപ്പോൾ മറ്റ് സിനിമയിലുള്ള ഇപ്പോൾ മലയാളത്തിൽ ഹാസ്യ നടന്മാർക്കും ഹാസ്യത്തിന് വലിയ ചരിത്രമുണ്ട്. തുടക്കം മുതൽ തന്നെ വളരെ പ്രഗത്ഭരായ ഹാസ്യ നടന്മാരുള്ള ഒരു സിനിമയാണ് മലയാളം. പക്ഷേ ശ്രീനിവാസൻ ഒരു ഹാസ്യ നടനല്ല, ഹാസ്യ നടൻ മാത്രമല്ല. പക്ഷേ ശ്രീനിവാസൻ്റെ അതുപോലെ തന്നെ ധാരാളം അഭിനേതാക്കളുമുണ്ട്. വലിയ മികച്ച അഭിനയത്തിൻ്റെ പേരിൽ പ്രശസ്തി നേടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശ്രീനിവാസൻ അങ്ങനെ നടനുമല്ല, ഒരു മികച്ച അഭിനേതാവ് എന്ന് പറയാൻ പറ്റില്ല. ചില മാനറിസംസ് അല്ലെങ്കിൽ പ്രത്യേക രീതിയിലാണ് ശ്രീനിവാസൻ സ്വയം അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ശ്രീനിവാസന് കിട്ടിയ ഒരു വലിയ എന്താ പറയുക ഒരു ഭാഗ്യം അല്ലെങ്കിൽ അയാളെ സവിശേഷമാക്കുന്നത് എനിക്ക് തോന്നുന്നു അയാൾക്ക് ഒരു 50 വർഷം മലയാള സിനിമ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു 76 റൂട്ട് ഏകദേശം ഒരു 2000 കഴിഞ്ഞ വർഷം വരെയൊക്കെ പടം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു അഭിനേതാവ് എന്നതിലുപരി ഒപ്പം തന്നെ ഒരുപാട് തിരക്കഥകൾ എഴുതി, അതിലൂടെ അഭിനയിച്ചു, സംവിധാനം ചെയ്തു. ഈ രീതിയിൽ സ്വന്തം ഒരു അഭിനയ സ്വരൂപത്തെ എഴുതി വിസ്തരിക്കാൻ ഉള്ള അവസരം കിട്ടിയ ഏക നടൻ ശ്രീനിവാസനായിരിക്കും. വേറെ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിലും വലിയ ഹാസ്യ നടന്മാരുണ്ടായിരിക്കും, പക്ഷെ അവർക്കൊന്നും അവരുടെ തിരക്കഥ എഴുതാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവർ പടം സംവിധാനം ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു ശ്രീനിവാസൻ പേഴ്സണ എന്ന് പറയുന്ന ഒരു ശ്രീനിവാസൻ്റെ ഒരു അഭിനയ സ്വരൂപം ഉണ്ടെങ്കിൽ അതിനെ വേറൊരാളുടെ സിനിമയിലേക്ക് പ്രിയദർശൻ്റെയോ സത്യനന്ദിക്കാടിൻ്റെയോ സിനിമയിലേക്ക് എഴുതി ചേർക്കാൻ മാത്രം എന്താ പറയുക സ്വാധീനമുള്ള മറ്റൊരു എഴുത്തുകാരില്ല. ഇപ്പോൾ MT ഉണ്ടാവാം, MTയുടെ പ്രത്യേക രീതിയിൽ എഴുതാം. MT അല്ല എഴുതുന്നത്, MT ഒരു കഥയാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ കഥാപാത്രങ്ങളെ ഉണ്ടാകുന്നത്. ശ്രീനിവാസൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമ, അത് പെട്ടെന്ന് എല്ലാവരും ശ്രീനിവാസൻ സിനിമ എടുത്ത് എഴുതിയിരിക്കുക. അത് ശരിക്കും എഴുതിയിട്ടുള്ള ഇക്ബാൽ കുറ്റിപ്പുറവും സംവിധാനം ചെയ്ത ലാൽ ജോസാണ്. പക്ഷെ നമുക്ക് ശ്രീനിവാസൻ സിനിമയാണ്. ഞാൻ പറഞ്ഞു ഈ രീതിയിൽ ഇപ്പോൾ നമ്മൾ പൊതുവേ ഈ നടന്മാർ അല്ലെങ്കിൽ താരങ്ങൾ എന്ന് പറയുന്നതിന് നിർവചിക്കുക ഒരു വിശദീകരണവും ആവശ്യമില്ലാതെ ഒരു ആഖ്യാനത്തിന് നിൽക്കാൻ കഴിയുന്നതാണ് ഒരു താരം എന്ന് പറയുന്നത്. ഒരു വിശദീകരണം ആവശ്യമില്ല, താരമാണ്, അതുകൊണ്ട് അവിടെ നിൽക്കാം, അല്ലെങ്കിൽ അവിടെ നിൽക്കാം. പക്ഷേ ശ്രീനിവാസൻ അങ്ങനെയല്ല. ശരിക്കും ശ്രീനിവാസൻ അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് ശ്രീനിവാസനെ കൊണ്ട് രക്ഷപ്പെടുന്ന സിനിമയാണ്. ശ്രീനിവാസൻ ഇപ്പോൾ ഉദാഹരണം ശ്രീനിവാസൻ്റെ ഒരു 90-കൾക്ക് അല്ലെങ്കിൽ 2000-ന് ശേഷമുള്ള സിനിമകളെല്ലാം നോക്കിയാൽ അറിയാം, അഭിനയ പ്രതിഭയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൻ്റെ പേരിലോ അല്ല, ഒരു സാന്നിധ്യമായി നിൽക്കുകയാണ്. ഇപ്പോൾ ട്രാഫിക് അല്ലെങ്കിൽ കീടം, തീവ്രം, ഒരുപാട് സിനിമകൾ ശ്രീനിവാസൻ്റെ ഒരു നൈതിക സാന്നിധ്യമാണ്. ഒരു പ്രത്യേക ശ്രീനിവാസൻ എന്ത് ചെയ്യുന്നത് നമുക്കറിയാം. ശ്രീനിവാസൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമ ആ ആഖ്യാനത്തിൻ്റെ അകത്തേക്ക് ഒരു പ്രത്യേക രീതിയിൽ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ്. ശ്രീനിവാസനായതുകൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. വേറെ ഒരു നടനെ അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. നടൻ എന്ന് വെച്ചാൽ വേറെ നടനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അഭിനയമല്ല അവിടെ ആവശ്യം. ഒരു ശ്രീനിവാസനെ പോലുള്ള സാന്നിധ്യം ആവശ്യം വരികയാണ്. പാസഞ്ചർ പോലുള്ള സിനിമകൾ അത് ശ്രീനിവാസന് എന്താ ശാരീരികമോ അല്ലെങ്കിൽ അഭിനയപരമോ ആയ കഴിവല്ല അവിടെ വരുന്നത്. ശ്രീനിവാസൻ എന്ന് അതുവരെ 40 വർഷം ചെയ്ത ഒരു അഭിനയ സ്വരൂപത്തെ അവിടെ കൊണ്ട് നിർത്തുക ചെയ്യുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ആ രീതിയിൽ ഒരു സ്വന്തം അഭിനയ സ്വരൂപത്തെ മലയാള സിനിമയ്ക്ക് എഴുതി ചേർക്കാൻ കഴിയുകയും അതിലൂടെ ഒരുതരം സാംസ്കാരിക മൂലധനം ഉണ്ടാക്കാനും അധികാരം ഉണ്ടാക്കാനും കഴിഞ്ഞ ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വേറെ ഒരാൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാതെ ഒരു സൂപ്പർ താരം അഭിനയിപ്പിച്ചുകൊണ്ട് കളിയാക്കാൻ പറ്റുന്നത്. വേറെ ഒരാൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഞാൻ പറയും ഇത് ശ്രീനിവാസൻ ആർക്കും നൽകിയതല്ല, ശ്രീനിവാസൻ നേടിയെടുത്തതാണ്. അത് ഒരിക്കലും ഒരു അഭിനേതാവ് എന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അധികാരം വേറെ എന്തെങ്കിലും താരപ്രഭയോ ഒന്നുമില്ല, അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒരു പക്ഷേ ഞാൻ അന്വേഷിക്കുക എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈ രീതിയിൽ സ്വന്തം ഇത്രയും ജനപ്രിയനാകുന്നതും കച്ചവട സിനിമയിലും ആർട്ട് സിനിമയിലും എല്ലാം പ്രവർത്തിക്കുന്നതും വെച്ചാൽ അരവിന്ദൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ബക്കറിൻ്റെയാണ് സിനിമയിലാണ് തുടങ്ങുന്നത്, KG ജോർജിൻ്റെ സിനിമ വളരെ നിർണായകമായ റോള് കളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു തരം മറ്റ് ഈ വിഭജനങ്ങൾക്കെല്ലാം അപ്പുറം പലതരം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും. എന്നിട്ട് ഇതിലൂടെ പക്ഷേ സ്വന്തമായ ഒരു വ്യക്തിത്വമുള്ള ഒരു പ്രത്യേക നൈതിക സ്വരൂപത്തെ, അഭിനയ സ്വരൂപത്തിന് അവർ ഒരു എത്തിക്കലായിട്ടുള്ള പ്രസൻസായി ഉയർന്നുവന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് പലതിനെക്കുറിച്ചും ഇപ്പോൾ എന്താ പറയുക ആധുനിക വൈദ്യത്തെക്കുറിച്ചാകാം, അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ചാകാം, പെസ്റ്റിസൈഡ്സിനെ കുറിച്ച് ഇതൊക്കെ പറയാനുള്ള അധികാരം കിട്ടുന്നത് ഈ സിനിമയിലുണ്ടാക്കിയൊരു സാംസ്കാരിക മൂലധനമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വളരെ മറ്റ് സിനിമക്കാരെ സമീപിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു എന്താ പറയുക സ്വാധീനമോ അല്ലെങ്കിൽ ഒരു രൂപം, ഒരു സ്വരൂപമാണ് ശ്രീനിവാസൻ എന്നുള്ള എൻ്റെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ ഷിബു പറഞ്ഞതിൽ ഉള്ള ഇപ്പോൾ പാവം രാജകുമാരൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മിസ്റെക്കഗ്നിഷനാണ്. നിങ്ങൾ വേറൊരാളെ തെറ്റിദ്ധരിക്കുന്നു. ഇത് ശ്രീനിവാസൻ്റെ സിനിമകളിലെ ശ്രീനിവാസനും പിന്നീട് പ്രിയദർശന സത്യനന്ദക്കാടും കൂടി സിനിമയിൽ പ്രമേയമാക്കിയ ഒരു സംഭവം മിസ്റെക്കഗ്നിഷൻ, തെറ്റിദ്ധരിക്കുക ഒരാളെ, അല്ലെങ്കിൽ ഒരാൾ വേറൊരാളെ ആൾമാറാട്ടം. ഇത് രണ്ടും ശരിയാണ്. ഒരെണ്ണം ഇയാൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, ഇയാൾ തെറ്റിദ്ധരിക്കുന്നു. വേറൊന്ന് ഇയാൾ സ്വയം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഇംപേഴ്സണേറ്റ് ചെയ്യുക, ഞാൻ വേറെ ആളായിരുന്നു നടിക്കുക, ഞാൻ വേറെ ആളാണെന്ന് ഭാവിക്കുക. ഈ മിസ്റെക്കഗ്നിഷൻ അല്ലെങ്കിൽ എനിക്ക് കഴിയാതിരിക്കുക എന്നുള്ളത് ശ്രീനിവാസൻ്റെ ഒരു അബൈഡിങ് തീമാണ്, എല്ലാ ഇതിലോടും കടന്നു പോകുന്ന തീമാണത്. അതെന്താണ് എന്നുള്ള ചോദ്യം. എന്താണ് ഉദാഹരണത്തിന് ഒരു സിനിമയിലുണ്ട്, ആരാണെന്ന് ചോദിക്കും ഞാനല്ല എന്ന് പറയും. ഈ ഞാനല്ല എന്ന് പറയുന്നത് എന്തൊരു ഉത്തരം അത്? ഞാൻ പറയാം, ഇത് ഈ മിസ്റെക്കഗ്നിഷൻ ഞാനല്ല എന്ന് പറയുന്നതിൽ ഒരു വല്ലാത്തൊരു എന്തോ കേരളീയമായിട്ടുള്ള ഒരു എന്താ പറയുക രഹസ്യമുണ്ട് അതിൻ്റെ. അതാണ് ഒരു പക്ഷേ ശ്രീനിവാസനെ എല്ലാവർക്കും പ്രിയങ്കരനാക്കിയെന്ന്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്ന കാര്യം നമ്മൾ മുമ്പ് വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതി സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഹാസ്യ ചരിത്രത്തിലായാലും ശരി, മറ്റ് രീതിയിലുള്ളൊരു ആഖ്യാനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൻ്റെ അടുത്തായാലും കേരളത്തിൻ്റെ ജാതിയെ മറികടന്ന നവോത്ഥാന പുരോഗമന കേരളം എന്ന് പറയുന്നതിനെ വലിയ രീതിയിൽ ചോദ്യം ചെയ്ത ഒരാളാണ്. അതാണോ നിങ്ങളങ്ങനെ അത് തന്നെയാണോ എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എല്ലാ സമയത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇടത് വലത് എന്ന് പറയുന്ന ബൈനറീസിനപ്പുറം ഒരു നൈതിക പക്ഷത്ത് നിന്നുണ്ട്. ചില ചോദ്യങ്ങൾ കേരളത്തോട് ചോദിച്ചുകൊണ്ടേ ഇരുന്നുണ്ട്. അതിലൊരു പ്രധാന ചോദ്യം ഈ ജാതി ശരീരത്തെക്കുറിച്ചാണ്. കറുത്ത് പൊക്കം കുറഞ്ഞൊരു മനുഷ്യന് ഒരു നായക സ്ഥാനത്ത് നിൽക്കാൻ കഴിയുമോ, ആഖ്യാന കേന്ദ്രത്തിൽ നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മണ്ഡൽ കമ്മീഷന് ശേഷമുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ഡൽ കമ്മീഷൻ ഉണ്ടാക്കിയ ഒരു വലിയ മെറിറ്റിനെ കുറിച്ചും എന്താ പറയുക ചില ആൾക്കാർ ചില ശരീരങ്ങൾക്കേ ചില സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം എന്ന പാട്ട് കാർത്തികയോടൊപ്പം ശ്രീനിവാസൻ പാടാം, അത് ഹാസ്യമാകുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയോ മോഹൻലാലോ ചെയ്ത ഹാസ്യമല്ലോ, അത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് ശ്രീനിവാസൻ പാടുമ്പോൾ തമാശയെ മാറുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ നിങ്ങൾ ഫിലിം ആഫ്റ്റർ ഫിലിം നിങ്ങൾ കാണാം, ഈ ശ്രീനിവാസൻ ഒക്യുപ്പൈ ചെയ്യുന്ന ആഖ്യാനത്തിനകത്ത് ഉള്ള അയാളുടെ സ്ഥാനം എന്ന് പറയുന്നത്, അയാൾ പോലീസ് ഇൻസ്പെക്ടറാണ്, പക്ഷെ ഒരു മരണഭയം വേണം അയാളെ ധീരനാക്കാൻ. അയാൾ ശരിക്കും ഒരു എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണത്തിന് സന്മനസ്സുള്ളവർക്ക് സമാധാനം അല്ലെങ്കിൽ ഏത് സിനിമ എടുത്താലും ഇയാളാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൽ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് ഔദ്യോഗിക സ്ഥാനം വഹിക്കാൻ കഴിയില്ല. മോഹൻലാൽ വന്നുകൂടി ഇയാളുടെ അടിപതറയാണ് ഇയാൾക്ക് വെച്ചാൽ അത് പോസ്റ്റ് മണ്ഡൽ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു മെറിറ്റോക്രസിയെക്കുറിച്ചും ചില ശരീരങ്ങൾ ചില സ്ഥലത്ത് നിൽക്കാനുള്ള അർഹതയില്ലെന്നും അവരത് വേറെന്തോ രീതിയിൽ നേടിയെടുത്തതാണെന്നും ഉള്ള ഒരു എന്താ പറയുക ജാതി ശരീരങ്ങളെക്കുറിച്ച് ജാതിയെ മറച്ചു വെച്ച ഒരു സമൂഹം എന്ന രീതിയിൽ അതിന് തുറന്നു കാട്ടിയിട്ടുണ്ട് പലപ്പോഴും ശ്രീനിവാസൻ. എന്തുകൊണ്ടാണ് ശരീരത്തിന് അവിടെ നിൽക്കാൻ കഴിയാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ശരീരം എന്താ പറയുക അത് സ്വയം നടിക്കേണ്ടി വരുന്നത്, അത് മിസ്റെക്കഗ്നിഷനായിട്ട് ബന്ധപ്പെടുത്തി കാണാവുന്നതാണ്. അപ്പോൾ എല്ലാ സിനിമകളിലും ഈ പ്രശ്നമുണ്ട് ശരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ആ രീതിയിൽ ശ്രീനിവാസനെ പോലെ ഒരിക്കലും നമ്മളുടെ സാമ്പ്രദായികമായ ഒരു നായക ശരീരമല്ലാത്ത അത്തരം ഒരു മനുഷ്യനെ ഈ നായകനാക്കി കൊണ്ടുവന്നു എന്നുള്ളത് നായക സ്ഥാനത്ത് നിർത്തുകയും അതിൻ്റെ പ്രതിസന്ധികളുണ്ട്. അത്തരം ഒരു ശരീരം കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നവോത്ഥാന സമൂഹമെന്നും പുരോഗമന സമൂഹമെന്നും അടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അകത്ത് അത് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം ശ്രീനിവാസൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ആ രീതിയിലാണ്. ഇപ്പോൾ അത് ഈ മിസ്റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ശരീരവും എൻ്റെ സ്ഥാനവും തമ്മിൽ മാത്രമല്ല. ഞാൻ ഒരാളെ നിൽക്കുന്നത് നിങ്ങൾ എസ് എ ആയാലും നിങ്ങൾ എസ് എ അല്ല, നിങ്ങൾ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അനുവദിക്കില്ല. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് അധികാരമുള്ള ആളാണ്, പക്ഷേ ആരും സമ്മതിക്കില്ല. നിങ്ങൾ അധികാരം ഓട്ടോ പോലുള്ള സിനിമ
ഈ രീതിയിൽ ഒരു ഒരു എന്താ പറയുക, ഈ മിസ് റെക്കഗ്നിഷൻ്റെ ഒരു മറുവശം കൂടിയാണ് ഈ വാക്കും അർത്ഥവും തമ്മിലുള്ളത്. അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ എന്നുവെച്ചാൽ ഈ ഞാൻ പറയാം, ശ്രീനിവാസൻ്റെ തമാശകൾ തൊലിപ്പുറമേയുള്ള തമാശകളാണ്. അത് വലിയ ഗാഢ ഇതിൻ്റെ അല്ല, തൊലിപ്പുറമേയുള്ള തമാശ. നിങ്ങളിപ്പോൾ ഈ പോളണ്ടിനെ കുറിച്ച് ഒരു ലക്ഷം മിണ്ടരുത് എന്ന് പറയുന്ന തമാശയാകുന്നത് കേരളത്തിൻ്റെ ഒരു രീതിയിൽ അത് കേരളത്തിൻ്റെ അന്തർദേശീയത സൂചിപ്പിക്കുന്നു. കേരളത്തിൻ്റെ ഇപ്പോൾ സിനിമകളിൽ മുഴുവൻ തന്നെ ജോർജ് ബുഷും ഡൊണാൾഡ് ട്രംപും എല്ലാവരും കടന്നു വരുന്നൊരു സംഭവമാണ്. എന്നുവെച്ചാൽ അതങ്ങനെ ആരും ചെയ്തിട്ടില്ല. എല്ലാം വളരെ ഒരു പഞ്ചായത്ത് തലത്തിലുള്ള പ്രശ്നം തൊട്ട് ആഗോള പ്രശ്നം വരെ അതിൽ ചർച്ചയിൽ വരും. കോഫി അന്നൻ വരും, എന്തുകൊണ്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രശ്നം വരും. ഈ രീതിയിൽ നിത്യവ്യവഹാരത്തിൻ്റെ ഭാഗമായി ശ്രീനിവാസൻ കൊണ്ടുവരുന്ന ഇത്തരം സംഭാഷണ ശകലങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, സാമൂഹ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ബൗദ്ധിക ജീവിതത്തിൻ്റെ അന്തർദേശീയതയാണ് കാണിക്കുന്നത്. നമ്മൾ അന്തർദേശീയമായിട്ട് കാര്യങ്ങൾ കാണുന്ന ആൾക്കാർ, നമ്മൾ അന്തർദേശീയ തലത്തിൽ നമ്മളെ വ്യവഹാരങ്ങളെ നടത്തുന്ന ആൾക്കാരുമാണ്. പക്ഷേ അതേസമയം തന്നെ അതിലൊരു പൊള്ളത്തരമുണ്ട്. നമ്മൾ ഈ നമ്മളെക്കാളും സീരിയസ് ആയിട്ട് പോളണ്ടിനെ എടുക്കുന്നതിൻ്റെ ഒരു തമാശ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറയും, ഇതായിരിക്കും ഒരു പക്ഷേ ശ്രീനിവാസൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു മലയാളി എന്ന് പറയുന്ന മലയാളിയും സ്വത്വം അവകാശപ്പെടുന്ന ഒരു പുരോഗമന എന്താ പറയുക മുഖം മൂടിയെ, അതിൻ്റെ അന്തസ്സത്തയെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജാതിയെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഈ കറുത്ത ശരീരത്തെ എന്ത് ചെയ്തു, ഈ കുറിയ മനുഷ്യൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ CS ഒരു സബാൾട്ടൻ ബോഡിയുടെ ഒരു ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ KN ഗണേഷ് പണ്ട് നടത്തിയൊരു നിരീക്ഷണം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഓട്ടോ എന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടൊരു സിനിമയാണ്. ആ സിനിമയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മോഹൻലാൽ. അതിൽ DGPയുടെ പദവി അലങ്കരിക്കുന്ന ആ ഒരു വേഷമാണ് MG സോമൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പം സോമൻ ഒരിക്കൽ ഇവർ തമ്മിലൊരു കൺഫ്രണ്ടേഷൻ ഉണ്ടാവുന്നുണ്ട്. സോമനും മോഹൻലാലിൻ്റെ കഥാപാത്രം തമ്മിലൊരു കൺഫ്രണ്ടേഷൻ ഉണ്ടാവുന്നു. ആ സമയത്ത് MG സോമൻ പറയുന്നുണ്ട്, ഐ ആം ദ ഹെഡ് ഓഫ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നുണ്ട് MG സോമൻ. തിരിച്ച് അതുവരെ വളരെ സാധാരണക്കാരനായിരുന്ന, വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത മോഹൻലാൽ എന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ അതിന് മറുപടിയായിട്ട് പറയുന്നത്, ദിസ് ഈസ് മൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഓട്ടോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോഹൻലാൽ പറയുന്നത്, ദിസ് ഈസ് മൈ ഡിപ്പാർട്ട്മെൻറ്റ്, ദിസ് ഓട്ടോറിക്ഷ ഈസ് മൈ ഡിപ്പാർട്ട്മെൻറ്റ്, ഐ ആം ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ KN ഗണേഷ് നടത്തിയൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം, ഇവിടെ വെച്ചാണ് മോഹൻലാൽ യഥാർത്ഥത്തിൽ നായകനാവുന്നത്. ഒരു അധികാരത്തിൻ്റെ ഭാഷ പ്രയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ നായകനാവുന്നത് എന്നൊരു നിരീക്ഷണമാണ് KN ഗണേഷ് നടത്തുന്നത്. ഇപ്പം ഞാൻ CS നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ശ്രീനിവാസൻ ഇംഗ്ലീഷ് പറയുന്ന കുറേ സിനിമകളുണ്ട്. ഇപ്പം അമേരിക്കൻ US റിട്ടേണിയായിട്ട് ശ്രീനിവാസൻ വരുന്ന മഴബി ഇന്നും മദ്ദളം കിട്ടുന്നു എന്ന സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനുമാണ് അതിൽ പ്രധാന വേഷം ചെയ്യുന്നത്. അവിടെ ഇവർ വേഷം പരസ്പരം മാറുന്നുണ്ട്. ഡ്രൈവറായിട്ട് യഥാർത്ഥത്തിൽ ഡ്രൈവർ മോഹൻലാലാണ്, ശ്രീനിവാസൻ അതിൽ അമേരിക്കക്കാരനാണ്, അമേരിക്കയിലും തിരിച്ചു വരുന്ന മലയാളിയാണ്. പക്ഷേ ഇവർ തമാശയ്ക്ക് വേണ്ടി ഇത് സ്വൈപ്പ് ഈ രണ്ട് തമ്മിൽ മാറ്റും, ഈ വേഷങ്ങൾ പരസ്പരം മാറ്റും. ഇത് പക്ഷേ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട്. അവസാനം ശ്രീനിവാസന് സ്വന്തം ഐഡൻറ്റിറ്റി തെളിയിക്കണം. അപ്പോൾ ശ്രീനിവാസൻ മോഹൻലാലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തീരുമാനിക്കുകയാണ്. ഹൗ മെനി കിലോമീറ്റേഴ്സ് ആർ ഫ്രം വാഷിങ്ടൺ DC ടു മിയാമി ബീച്ച് എന്ന് മോഹൻലാലിനോട് ചോദിക്കും. അപ്പോൾ മോഹൻലാൽ അതിന് പറയുന്ന മറുപടി കിലോമീറ്റേഴ്സ് ആൻഡ് ഡീജനറേഷൻ ഓഫ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ വായ തീർന്ന് ഇംഗ്ലീഷൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം, അധികാരത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചത് കൊണ്ട് ഒരു വ്യക്തിക്ക് അധികാര പദവിയിലേക്ക് ഉയരാൻ കഴിയുമോ? അതല്ല, ഏത് ശരീരമാണ് ആ ഭാഷ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമല്ല. ഇപ്പം സാറ് നേരത്തെ പറഞ്ഞതിനോട് അനുബന്ധമായിട്ടുള്ളൊരു ചെറിയൊരു സംശയമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ ജാതി ശരീരം അല്ലെങ്കിൽ പൊതുവേ പറഞ്ഞ ഒരു ദേശരാഷ്ട്ര സങ്കല്പത്തിനകത്ത് ഒരു പോസ്റ്റ് കൊളോണിയൽ സബ്ജക്റ്റിവിറ്റിയുടെ ഫോർമേഷനിലുള്ള ഒരു വിടവുകളും വിള്ളലുകളും അല്ല യഥാർത്ഥത്തിൽ ഇത്തരം ക്യാരക്ടേഴ്സിനെ സാർ നേരത്തെ സൂചിപ്പിച്ച രാജേന്ദ്രൻ SIയുടെ കഥാപാത്രം സന്മാൻ സല്ലർ സമാധാനത്തിൽ, അതുപോലെ തന്നെ ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവിൽ ഇദ്ദേഹം ഒരു ചൈനീസ് കുക്കായിട്ടാണ് വരുന്നത്. വളരെ ഭയങ്കര ഇംഗ്ലീഷൊക്കെയാണ് പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു അംഗീകാരം അവിടെ കിട്ടുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ബോഡി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഈ കോണ്ടെക്സ്റ്റിൽ? സാർ നേരത്തെ പറഞ്ഞതിനോട് അനുബന്ധമായിട്ടൊരു സംശയമാണ്. അല്ല, അത് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സ്വത്വവും തമ്മിലൊരു ഡിസ്കണക്റ്റ് ഉണ്ട്, അത് ചേരുന്നില്ല. എന്നുവെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾ അമേരിക്കയിൽ തിരിച്ചു വന്നാലും ഇയാൾ അമേരിക്കൻ റിട്ടേൺഡായിട്ട് അംഗീകരിക്കുന്നില്ല. അത് മോഹൻലാൽ സ്വാഭാവികമായിട്ട് അത് വേണമെങ്കിൽ അയാളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. അത് സിനിമയ്ക്കകത്ത് വിശ്വസനീയമാണ്, കേരള സമൂഹത്തിൽ വിശ്വസനീയമാണ്.
ചില ശരീരങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് എന്നുള്ളത്. അതിനെയാണ് ഒരു പക്ഷേ നിരന്തരം ശ്രീനിവാസൻ അട്ടിമറിക്കുന്നത്. പക്ഷേ ശ്രീനിവാസൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതിലും ആഴത്തിലുള്ളത് എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ ഉദാഹരണത്തിന് ശ്രീനിവാസൻ ചെയ്ത 2 സിനിമകൾ എടുക്കുക, ചിന്താവിഷ്ട ശ്യാമളി, വടക്കുവയ്ക്ക് കേന്ദ്രവും. അതിലൊക്കെ ഉള്ള സംഘർഷം എന്ന് പറയുന്നത് ശ്രീനിവാസന് സ്വന്തമായുള്ളത് കഷ്ടപ്പെട്ട് നേടുകയെന്ന്. വടക്കുവയ്ക്ക് കേന്ദ്രത്തിൽ അയാളുടെ ഭാര്യയാണ് ആലോചിച്ച്, 2 കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ച് അവർ തിരഞ്ഞെടുത്ത വിവാഹമാണ്. അതിൽ ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ പാർവതി അഭിനയിക്കുന്ന ക്യാരക്ടർ ഒരു പ്രശ്നമില്ല അതിൽ. പക്ഷേ ഇയാൾക്കാണ് പ്രശ്നം മുഴുവൻ. ഇയാൾ ഞാൻ അർഹിക്കുന്നതിൽ വിശ്വസിക്കുന്നു, എന്നിട്ട് അത് അർഹിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു, തൻ്റേതല്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ചിന്താവിഷ്ട ശ്യാമളയിൽ ഇത് തന്നെയാണ്. ഇയാൾ സ്കൂൾ മാഷാണ്, അയാളുടെ ജോലി അറിയാം, പക്ഷേ ഇയാൾക്ക് പറ്റാത്തതെല്ലാം ചെയ്യുന്നു. ഇയാൾ സിനിമ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇയാൾ എന്താ പറയുക സന്യാസിയാവാൻ പോകുന്നു. ഇതൊന്നും ഇയാൾക്ക് പറ്റിയ പണിയല്ല. എന്നുവെച്ചാൽ ഈ അവനവനുള്ള ഈ വിടവ്, ഞാൻ എൻ്റെ ശരീരം അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വത്തും തമ്മിലുള്ള ഒരു വിടവ് എന്ന് പറയുന്നത് കൂടെ ആഴത്തിലുള്ള ഞാൻ പറയാം. അതോടുകൂടി അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ജാതി ശരീരത്തിന് മാത്രമേ ആയിക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ എല്ലാവർക്കും അപ്പീൽ ചെയ്തത്, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. വെറും ഒരു ജാതി പ്രശ്നമായിട്ട് മാത്രമല്ല, പൊതുവെ ഈ മനുഷ്യരിലുള്ള എന്ത് തരം അപകർഷതാബോധം, നമ്മിലൊക്കെയുള്ള അപകർഷതാബോധവും മേലാള ബോധവും, ഇത് രണ്ടിനെയും ശ്രീനിവാസൻ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒരു പക്ഷേ അയാളെ റോളുകളെ ഇനിയും നമുക്ക് ഒരു പക്ഷേ നമ്മൾ സ്പർശിക്കുന്നത് അതുകൊണ്ട്, അല്ലാതെ എന്താ ഒരു പ്രത്യേക രീതിയിൽ ഏകപക്ഷീയമായ രീതിയിലല്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസൻ ഒരിക്കലും ഈ സ്ത്രീവിരുദ്ധ തമാശകൾ മുഴുകിയിട്ടില്ല. ബാക്കിയെല്ലാം നിങ്ങൾ കേരളത്തിൻ്റെ തമാശയുടെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ സിനിമയ്ക്കകത്തുള്ള മുഴുവൻ സ്ത്രീവിരുദ്ധമാണ്. ഒരു സ്ത്രീ ഉയർന്നു വന്ന് കണ്ടാൽ അവരെ കളിയാക്കുക എന്നുള്ള, എന്തെങ്കിലും അപഹസിക്കുക എന്നുള്ള. പക്ഷേ ശ്രീനിവാസൻ അതിൽ ഒരിക്കലും പലപ്പോഴും അഭിരമിച്ചിട്ടേ ഇല്ല. എന്നുവെച്ചാൽ പലപ്പോഴും സ്ത്രീകളാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ 2 സിനിമയിലും ചിന്താവിഷ്ട ശ്യാമളയും ശരി, വടക്കുവയ്ക്ക് കേന്ദ്രയിലും സ്ത്രീകളാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഇയാൾ വഴി കാണിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ തലയമന്ത്രം എക്സെപ്ഷൻ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ തലയണമന്ത്രത്തിലെ ഒരു പോസിറ്റീവായ കാര്യം എന്ന് പറയുന്നത് സ്ത്രീ സ്വന്തം ഡിസയർ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അതിനുള്ള ധൈര്യമുണ്ട്, അതിനുള്ള ധൈര്യം ഇയാൾക്കില്ല. അപ്പോൾ ഇയാളെ 2 രീതിയിൽ അത് പ്രശ്നമാകുന്നു വെച്ചാൽ ഇയാളെ വെച്ചാൽ ഭാര്യയെ പ്രീണിപ്പെടുത്തിയേ പറ്റൂ. പിന്നെ ഞാൻ വേറൊരാളാണെന്ന് ഭാവിക്കുകയും വേണം, ഞാൻ കാറുള്ള ആളെന്നും. അത് നേരത്തെ പറഞ്ഞ പോലെ അയാളും അയാളുടെ സ്വത്തും തമ്മിലുള്ളൊരു സംഘർഷമുണ്ട്. ഇയാൾക്ക് വേറെ എന്തെങ്കിലും നടിക്കേണ്ടി വരുന്നു. എല്ലായിടത്തുള്ള പ്രശ്നം അതാണ്. ഞാനല്ല എന്ന് പറയുന്നൊരു വളരെ അടിസ്ഥാനപരമായ സംഘർഷമുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ സാധാരണ സിനിമയിൽ നാടകത്തിലായാലും ഒരു ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്യുമ്പം അയാളുടെ രൂപം പ്രധാനമായിട്ടാണ്. ഇപ്പോൾ ഒരു രാജാവായിട്ട് വരുന്ന ഒരു ആളെ നമ്മളുടെ മനസ്സിലൊരു സങ്കല്പം, മലയാളികളുടെ മനസ്സിലെ സങ്കല്പം അനുസരിച്ചാണ് വരിക. എന്നാൽ അത് തിരിച്ചിടുന്നത് വർത്തമാനകാലത്ത് കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ നായക സങ്കല്പം മാറിയിട്ട് വില്ലൻ എന്ന് പറയുന്നത് പലപ്പോഴും ബ്ലാക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പം പുതിയ മമ്മൂട്ടിയുടെയും വിനായകൻ്റെയും ഇതിൽ വിനായകൻ എന്ന് പറയുന്നത് നമ്മൾ അതുവരെ അസ്പർശ്യതയിൽ നിന്ന് അല്ലെങ്കിൽ അദൃശ്യമാക്കി നിർത്തുന്ന കഥാപാത്രങ്ങൾ നേരെ തിരിച്ചു വരുന്നൊരു ഇത് വർത്തമാനത്ത് കാണുന്നുണ്ട്. പക്ഷേ ശ്രീനിവാസൻ്റെ സിനിമകളിലും ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു തിരിച്ചിടൽ നായക കഥാപാത്രങ്ങളിലേക്ക് ഒക്കെ അതിൽ നിന്നുള്ളൊരു ഗ്രാജുവലായ വളർച്ചയാണ് ഇപ്പോൾ എത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പഴയ സങ്കല്പത്തിൽ ഈ അതിപ്രതാപ ഗുണവാൻ ആവുന്ന നായക സങ്കല്പമൊക്കെ മാറ്റിമറിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങൾ നായകരാവുന്നത് ആ രീതിയിലുള്ള എന്താ പറയുക സമൂഹം ധരിച്ചിട്ടുള്ള പലതിനെയും പൊളിച്ചെഴുതിക്കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, എനിക്ക് അതിലൊരു കൂട്ടിച്ചേർക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രീനിവാസൻ്റെ ഈ തിരിച്ചിടുമ്പോഴും ആ ശരീരത്തെ അവിടെ കൊണ്ട് നിർത്തുമ്പോഴും ആ ശരീരം അതിന് അർഹമല്ല എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ട്. അതാണ് തമാശ ഉണ്ടാക്കുന്നത് പലപ്പോഴും. ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ പറയും ഈ യാന്ത്രികമായി തിരിച്ചിടലല്ല. ഞാൻ ഇപ്പോൾ ഈ കളങ്കാവൽ പോലുള്ള സിനിമ സാർ ഉദാഹരിച്ച സിനിമയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറുവശത്ത് മമ്മൂട്ടിയെ പോലെ ഒരാളെ വില്ലനാക്കുന്നതിൻ്റെ അതാണ് ആ സിനിമയെ ശ്രദ്ധേയമാക്കുന്നത്. അങ്ങനെ ഒരാളാക്കുമ്പോൾ അത്തരം ഒരാൾ അതിമാനുഷനാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയെയും കീഴടക്കാൻ പറ്റുന്നൊരു അതിഭയങ്കര മനുഷ്യനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയാം അതിൽ അത്തരം അതിമാനുഷികതയിൽ ശ്രീനിവാസൻ അഭിരമിക്കുന്നില്ല, ഒരിക്കലും ചെയ്യുന്നില്ല. വളരെ റിയലായ സിറ്റുവേഷൻസാണ്, വളരെ സാധാരണമായ കാര്യങ്ങളാണ്. അതായിരിക്കും ഒരു പക്ഷേ ശ്രീനിവാസൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നു. വളരെ സാധാരണ ആൾക്കാരാണ് കേരളീയ നിരന്തരം. അതുകൊണ്ട് കേരളത്തിലെ ഒരുപക്ഷെ ശ്രീനിവാസൻ്റെ സിനിമകളുടെ ഒരു തിരക്കഥകൾ പരിശോധിച്ചാൽ കേരളത്തിൽ അന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, ജനകീയ ആസൂത്രണം ആയാലും ശരി, DPP ആയാലും ശരി, ഇത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സിനിമകളിൽ പല രീതിയിൽ. അതെങ്ങനെയാണ് ഒരു സാധാരണ ഒരു സ്കൂൾ സാഹചര്യത്തിൽ, സാധാരണ പാരൻറ്റിൻ്റെ സാഹചര്യത്തിൽ, സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ സാഹചര്യത്തിൽ, സാധാരണ ഒരു
എന്താ പറയുക ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ്റെ സാഹചര്യത്തിൽ ഇതെങ്ങനെയാണ് അവരെ ബാധിക്കുന്നത്? അവിടെ നിന്നാണ് ശ്രീനിവാസൻ തമാശ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ശ്രീനിവാസൻ്റെ ഒരു ഹാസ്യം എന്ന് പറയുന്നത് പലപ്പോഴും അൺട്രാൻസ്ലേറ്റബിളാണ്. ഇത് വേറൊരു ഭാഷക്കാരൻ മനസ്സിലാവുന്നില്ല ഇതെന്താണ് ഇതിൽ തമാശ എന്നുള്ളത്. ഇപ്പം ഞാൻ പോളിനെ കുറിച്ച് ലക്ഷണം സംസാരിക്കരുതെന്ന് പറയുന്നത് വേറെ ഒരു ഭാഷയിലും ഒരു സെൻസും ഉണ്ടാക്കില്ല, ആർക്കും ചിരി കൊണ്ടെത്തില്ല. എന്നുവെച്ചാൽ കേരളത്തിൽ മാത്രമേ ആ ചിരിയുള്ളൂ. അത് കേരളത്തിൻ്റെ അതുകൊണ്ട് വളരെ മലയാളിയായിട്ടുള്ള ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ് അയാൾ. അത് അത്രയും ഇഴുകിച്ചേർന്ന് കേരളത്തിൻ്റെ ഒരു എവരിഡേ ലൈഫും എവരിഡേ പൊളിറ്റിക്സുമായിട്ട് നിരന്തരം കെട്ടിമറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതാണ് ഒരു പക്ഷേ എനിക്കൊരു പ്രത്യേകതയെ തോന്നുകയാണ്. സത്യമാഷോടാണ്. ഇപ്പം സമൂഹത്തെ ബാധിക്കുന്ന സമസ്ത മേഖലകളെക്കുറിച്ചും ശ്രീനിവാസൻ്റെ സിനിമകളിൽ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം, അതേക്കുറിച്ച് സംസാരിക്കുന്നു. ഫിലിം ഇൻഡസ്ട്രിയെ വിമർശനാത്മകമായിട്ട് സൂപ്രതാര ആ ഒരു കാര്യത്തെ വളരെ വിമർശനാത്മകമായി സമീപിക്കുന്നു. പൊതുവിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ മതം, രാഷ്ട്രീയം, ഈ സീസണൽ ഭക്തി എനിക്ക് താല്പര്യമില്ല എന്ന് ശ്യാമളയിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഏറെക്കുറെ സമസ്ത മേഖലകളെയും വിചാരണ ചെയ്യുന്ന ഒരു സിനിമാറ്റിക് അഡ്വഞ്ചറിന് മുതിരുന്നൊരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും ശ്രീനിവാസനെതിരെ ഉയരുന്ന ഒരു പൊതു വിമർശനം എന്ന് പറയുന്നത് ഒരു ലളിത യുക്തിയിൽ ഒരുപക്ഷെ ശ്രീനിവാസൻ്റെ വിമർശനങ്ങൾ അവസാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയാൽ നമുക്ക് പൊതുവിദ്യാലയത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എന്നുള്ള രീതിയിലുള്ളൊരു, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനെ നിയന്ത്രിച്ചാൽ ഇവിടെ വ്യവസായം വളരും എന്നുള്ള ഒരു, പക്ഷേ മധ്യവർഗത്തിൻ്റെ ജിഹ്വകളായി ശ്രീനിവാസൻ മാറുന്നുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില നിലപാടുകൾ ശ്രീനിവാസൻ്റെ സിനിമകളിൽ കൂടുതലും കാണാം. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിന് പ്രിയങ്കരനായ ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ്. ഇപ്പോൾ ശ്രീനിവാസൻ്റെ മരണത്തിന് ശേഷം ദേശാഭിമാനി തന്നെ ഒരു സ്മരണാഞ്ജലി ഇഷ്യൂ ഇറക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത് എന്നുള്ളതാണ്, ഈ ഒരു ഡയലക്റ്റിക്സ്. എനിക്കൊരിക്കലും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഇടതുപക്ഷ സഹയാത്രികൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ശ്രീനിവാസനെ ഞാൻ കാണുന്നേ ഇല്ല. ഇപ്പോൾ പാർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളുടെ മരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുതുന്നതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പിന്തുണയായിട്ടും നമ്മൾ കാണേണ്ടതില്ല. മാത്രമല്ല, ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാട് ക്ലോഷർ എന്താണെന്നുള്ളതാണ്. അതിൻ്റെ ഒരു സമാപ്തിയിൽ നിങ്ങളെ അവിടെ എവിടെ എത്തിക്കുന്നു എന്നുള്ളത്. ശ്രീനിവാസൻ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്ന പരിഹാരങ്ങളൊന്നും തന്നെ നിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അതിൻ്റെ പരിഹാരമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നേരത്തെ ഇംഗ്ലീഷ് മീഡിയം വന്നാൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ സംഗതി ഒന്നും ഈ നമ്മുടെ ഇത് ഒരു പക്ഷേ സാധാരണ ജനങ്ങളുടെ ഉള്ളിലെ ചോദ്യങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ ആശങ്കകളാവാം. അതൊക്കെ ചിത്രീകരിക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥ റെമഡി എന്താണ് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ റെമഡി നിർദ്ദേശിക്കാൻ ഞാൻ ആളല്ലായിരിക്കാം, പക്ഷേ അത്തരം ഇതുണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഒരു പക്ഷേ വലിയ പ്രയാസം ഉണ്ടാക്കും, സിസ്റ്റത്തെ പൊളിക്കും. സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം അവഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയരുന്നൊരു. ഇപ്പം ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ചോദ്യം ചെയ്യൽ, നമ്മളൊരു ചോദ്യം ഉയർത്തുമ്പം ആ ചോദ്യത്തിൽ മാത്രം നിൽക്കില്ലത്, അതിനപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് ലിങ്ക് ചെയ്യും. ഇപ്പം സച്ചിദാനന്ദ മാഷ് ആ ചോദ്യം അല്ലെങ്കിൽ സച്ചിദാനന്ദ മാഷ് പ്രസ്താവന യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൽ സർക്കാരിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്രസ്താവന വന്നു. ആ പ്രസ്താവന ചെയ്യുന്നത് എന്താണ്? ഒരു പരിധിയിൽ നിങ്ങളെ നശിച്ചു പോകാതിരിക്കാൻ ഞാൻ നൽകുന്ന ഉപദേശമാണ്. ഇങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് പോകും, അതുകൊണ്ട് നിങ്ങൾ ഇതാവണം. യഥാർത്ഥത്തിൽ ഇന്ന കാരണങ്ങളാലാണ് അങ്ങനെ പറയുന്നതെന്ന് പറയാനില്ല. കേരളത്തിലെ ഭരണത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നില്ല. കേരളത്തിൽ ഇത്രയും 10 വർഷങ്ങൾ ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കോട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളൊന്നും വിശദീകരിച്ചിട്ടല്ല, നിങ്ങൾ നശിച്ചു പോകരുത്, അതുകൊണ്ട് വരരുത് എന്ന് പറയുന്ന അങ്ങനെ ഒരു തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും എന്നാൽ അതിൻ്റെ ഉത്തരങ്ങളിൽ തങ്ങളില്ലാതിരിക്കുകയും ഒരുപാട് ചോദ്യങ്ങളിലേക്കൊക്കെ ഇത് പ്രവേശിക്കുകയും ആകെ മനുഷ്യരെ കൺഫ്യൂഷനാക്കുകയും ചെയ്യുന്നില്ലേ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ സിനിമകളും ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നിടത്തിൽ യഥാർത്ഥത്തിൽ കൃത്യമായി നൽകേണ്ടുന്ന ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്ന്. ഇപ്പോൾ നമുക്ക് നിഷ്പക്ഷതയുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഈ ഏത് രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യാനുള്ളൊരു അവകാശമാണ് എൻ്റെ മേലുള്ള നിഷ്പക്ഷത. അതുകൊണ്ട് എനിക്ക് ഇടതുപക്ഷത്തെ ചോദ്യം ചെയ്യാം, കമ്മ്യൂണിസ്റ്റുകാരെ ചോദ്യം ചെയ്യാം, കോൺഗ്രസ്സുകാരെ ചോദ്യം ചെയ്യാം, BJP ചോദ്യം ചെയ്യാം. ഞാനതൊന്നുമല്ല.
അങ്ങനെ മാറി നിൽക്കുന്നവർക്ക് യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയമുണ്ട്. അത് എവിടെയാണോ അയാൾ നിൽക്കേണ്ടത് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ അയാളുടെ എതിർപക്ഷത്ത് അയാൾ നിൽക്കുന്നു എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ ആ രീതിയിൽ പലപ്പോഴും ഒരു എതിർപക്ഷത്ത് നിൽക്കാൻ ശ്രീനിവാസൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ശ്രീനിവാസൻ്റെ സിനിമകൾ കാണാൻ ഈ ദ്വന്ദ്വം ഉണ്ടല്ലോ, എപ്പോഴും താൻ നിൽക്കുന്നതിൻ്റെ ഒരു അപരം അപ്പുറത്തുണ്ട്. അതുകൊണ്ടാണ് ദാസനെയും വിജയനെയും നമുക്ക് ഇഷ്ടാവുന്നത്. ഒരു അപരനെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ ശ്രീനിവാസൻ നിന്നിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ദ്വന്ദ്വ സ്വഭാവം യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ്റെ സിനിമകൾക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പം പൊതുവേ നിരീക്ഷിക്കപ്പെട്ടൊരു കാര്യം, തൻ്റെ ആഗ്രഹങ്ങളുടെ, തൻ്റെ തൃഷ്ണകളുടെ ഒരു ആനന്ദ വസ്തു, അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓഫ് ഡിസയർ എന്ന് പറയുന്ന, താൻ ആഗ്രഹിക്കുന്നത് തനിക്ക് കൈവല്യമാവാതെ പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശ്രീനിവാസൻ ജന്മം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പൊന്മുട്ടയിടുന്ന താറാവ് സിനിമ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഭാസ്കരൻ ഒരിക്കലും സ്നേഹലതയെ കിട്ടുന്നില്ല. ചിദംബരത്തിൽ മുനിയാണ്ടി ശിവകാമിയെ വിവാഹം കഴിക്കുന്നുണ്ട്, പക്ഷേ അതൊരു നല്ല കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. മുനിയാണ്ടി അവസാനം ആത്മഹത്യയാണ് ചെയ്യുന്നത്. വടക്ക് നോക്കിയന്ത്രത്തിൽ ഈ പറഞ്ഞതുപോലെ തളത്തിൽ ദിനേശനും ശോഭയും തമ്മിലുള്ളത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അദ്ദേഹത്തിൻ്റെ മാത്രം മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് അതൊരു നല്ലൊരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇത് തൻ്റെ ഒരു പങ്കാളിയെ ലഭിക്കുന്നില്ലുള്ളത് മാത്രമല്ല, ഇപ്പം സംഘഗാനം എന്ന് പറഞ്ഞ സിനിമയിൽ ഗൗതമൻ എന്ന് പറയുന്ന ഒരു ആദർശ പുരുഷനെ അന്വേഷിച്ച് പോവുകയാണ്, പക്ഷേ ആ ആദർശ പുരുഷനെ ശ്രീനിവാസന് ലഭിക്കുന്നില്ല. ചിത്രം എന്ന സിനിമ ഉദാഹരണത്തിനെടുത്താൽ, ചിത്രത്തിൽ അവിടെ ഒരു ആദർശ പുരുഷനോ അല്ലെങ്കിൽ പങ്കാളിയോ അല്ല, മറിച്ച് അധികാരം അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത്, ഇത് കിട്ടാത്തൊരു കഥാപാത്രമായിട്ട്. അപ്പോൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല. അറബി കഥയിൽ അതുപോലെ തന്നെയാണ്. വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയെ ശ്രീനിവാസൻ എവിടെ അന്വേഷിച്ചിട്ടും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ സ്വന്തം അഭിലാഷത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് നിരന്തരം തിരസ്കരിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും തമാശ തോന്നിയിട്ടുള്ളത് നമ്മുടെ കിളിച്ചുണ്ട മാമ്പഴത്തിൽ ശ്രീനിവാസൻ്റെ ഒരു പോക്കുണ്ട്, എന്താണ് കള്ളപ്പന്നി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അല്ലേ, നിങ്ങൾ ആ വിഷ്വൽ കണ്ടവർക്കും അതൊരു ക്ലാസിക് വല്ലാത്തൊരു പോക്കാണ് ആ പോക്ക്. അപ്പം ഈ രീതിയിൽ ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളെ ഒന്ന് സമീപിക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തു അല്ലെങ്കിൽ പ്രണയം എന്തിനേലും അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്ന ഒരു എന്താ പറയുക എറ്റേണൽ തീമാണ്. എല്ലാ ഹീറോസിൻ്റെയും അന്വേഷണമുണ്ട്. എല്ലാ നായകന്മാരും ആഖ്യാനത്തിനകത്ത് അവരെന്തോ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത് പലപ്പോഴും തിരസ്കരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ശുഭപര്യാവസായി ആണെങ്കിൽ നായകനത് നേടുന്നു എന്നുള്ള പല തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് നേടുന്നു. അതാണ് കഥ എന്ന് പറയുന്നത്, ആഖ്യാനം എന്ന് പറയുന്നതല്ലേ. പക്ഷേ ശ്രീനിവാസൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അയാളുടെ ഒബ്ജക്റ്റ് ഓഫ് ഡിസയർ, അയാൾ ആഗ്രഹിക്കുന്നത്, അയാളുടെ കാമനകൾ എന്തുകൊണ്ട് പൂർത്തിയാകുന്നത്, സഫലീകരിക്കപ്പെടുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം കിടക്കുന്നത്. അതിൽ സാമ്പ്രദായിക നായകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം പുറത്താണ്. അവരെ സമൂഹം തടയുന്നു, അല്ലെങ്കിൽ അവർക്ക് ചില എതിരാളികളുണ്ട്, അങ്ങനെയാണ് തടയപ്പെടുന്നത്. ശ്രീനിവാസൻ്റെ കേസിൽ അയാളുടെ ഉള്ളിൽ തന്നെ അയാൾ ശത്രു. അവിടെയാണ് ശ്രീനിവാസൻ്റെ ശ്രീനിവാസൻ്റെ നായകൻ, ശ്രീനിവാസൻ കഥാപാത്രം പ്രോബ്ലമാറ്റിക് ആവുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പേർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ നമ്മളിലെല്ലാം ഒരു പരാജയത്തിനുണ്ട്, നമ്മളിലെല്ലാം ഒരു വിജയമുണ്ട്, നമ്മളിലെല്ലാം ഒരു പരാജയത്തിനുണ്ട്, നമ്മളിലെല്ലാം ഒരു അധകൃതനുണ്ട്, നമ്മൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിങ്ങളിലുള്ള ആ അപമാനിതനെ, നിങ്ങളിലുള്ള ആ ബഹിഷ്കൃതനെ, നിങ്ങളിലുള്ള ആ തിരസ്കരിക്കപ്പെട്ട ആളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വടക്കു കേന്ദ്രം അങ്ങനെ അവസാനിക്കുന്നത്. അയാൾ അപ്പോഴും വാതിൽ തുറന്ന് നോക്കുകയാണ്, ആ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുകയാണ്. അയാളുടെ സംശയം ഒരു ക്ലോഷറില്ലായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാഷോട് ആ കാര്യത്തിൽ എനിക്ക് യോജിപ്പുണ്ട്. എന്നുവെച്ചാൽ കലയുടെ ധർമ്മം എന്ന് പറയുന്നത് ക്ലോഷേഴ്സിലേക്ക് എത്തിക്കലല്ല, അല്ലെങ്കിൽ ക്ലോഷർ കൊണ്ട് കലയെ വിലയിരുത്തുന്നതും പ്രശ്നം പിടിച്ചൊരു കാര്യമാണ്. എന്നുവെച്ചാൽ കല ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കില്ല. കല ചോദിക്കുന്നത് ഇതാണോ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. കല അല്ലെങ്കിൽ ഈ പക്ഷങ്ങൾ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ നൈതിക ഭാവനകൾ, അല്ലെങ്കിൽ ശരി തെറ്റിനെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആ രീതി, അപ്പോൾ സമൂഹത്തിന് അത് ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ? സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള ഭാവനയെ ചോദ്യം ചെയ്യുക ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചക്രവാളങ്ങളെ മാറ്റുകയാണ് കല ചെയ്യുന്നത്. പണ്ട് ക്ലോഷേഴ്സിലേക്ക് ചുരുക്കുമ്പോൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ പല സിനിമകളും ചെയ്യുന്നത്, ഇപ്പോൾ സിനിമയുടെ ഒരു പ്രധാന ഒരു ആനന്ദം പ്ലഷർ എന്ന് പറയുന്നത് അതിൻ്റെ ക്ലോഷറിലല്ല, അതിൻ്റെ എന്താ പറയുക അതിൻ്റെ എലാബറേഷനിലാണ്. സിനിമ ഒരു ഭയങ്കര പ്ലേഫുള്ളാണ്. വേറെ രീതിയിൽ നിങ്ങളെ പലതരം കാമനകൾ അത് നിങ്ങളെ എന്താ പറയുക താലോലിക്കുന്നുണ്ട്.
പല രീതിയിൽ ക്ലോസ് ചെയ്യണം. ചില ക്ലോഷർ വളരെ റാഡിക്കലായിരിക്കും. പക്ഷേ ആ സിനിമ പല നിങ്ങൾ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ പലപ്പോഴും സോഫ്റ്റ് പോർണോഗ്രാഫി ആയിട്ടുള്ള സിനിമകൾ പലതും ഫെമിനിസ്റ്റ് സിനിമകളാണ് അർത്ഥത്തിൽ, തീമാറ്റിക്കലി. പക്ഷേ സിനിമ മുഴുവൻ സ്ത്രീ വിരുദ്ധമാണ്, സ്ത്രീ ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതാണ്. പക്ഷേ കഥ കറക്റ്റായിരിക്കും, ക്ലോഷർ കറക്റ്റായിരിക്കും, സ്ത്രീയുടെ പ്രതികാരമായിരിക്കും. പക്ഷേ സിനിമ ചെയ്യുന്നത് വേറെ തരം പ്ലഷേഴ്സാണ് അത് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് സിനിമയുടെ ഒരു കാമനയുടെ കലയാണ് സിനിമ. കാരണം സിനിമ തുറന്നിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആർത്ത് ഡിസ്റപ്റ്റീവ് തന്നെയാണ്. അത് ഈ ക്ലോഷറിൽ ഒരു പ്രശ്നമുണ്ട് അതിലേക്ക്. ഇനി നമുക്ക് ഓഡിയൻസിന് ഉള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു 10 മിനിറ്റ് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വികസനത്തിൻ്റെ ത്വരിതയിൽ ഇവിടെ എത്തിപ്പെടാൻ വൈകി. പല സ്ഥലത്തും ബസ്സൊക്കെ ബ്ലോക്കാകുന്നു. അപ്പം ഇങ്ങനെ വേദികൾ പഠിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് വെങ്കിടിയുടെ ശബ്ദം കേൾക്കുന്നത്. മറ്റു വേദികൾ സന്ദർശിക്കാനോ കേൾക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെട്ടു. ഇവിടെ വരുമ്പോൾ കേൾക്കുന്നത് സോമേട്ടനെ കുറിച്ച് പ്രിയപ്പെട്ട വെങ്കിടി പറയുന്നതാണ്. ഈ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഓട്ടോയിൽ ഞാനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് ശ്രീനിവാസൻ പറയുന്നത് പോലെ ഇവിടെ എൻ്റെ ഓർമ്മയിൽ സോമേട്ടൻ പ്രേമജ ടീച്ചറോട് പറഞ്ഞത്, സോമേട്ടൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവിടെ പോയി ഇരുന്നു. പേരൽ കോളേജിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആരാണ് ഇരിക്കാൻ പറഞ്ഞത്? ഞാൻ ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് ടീച്ചർ ചോദിച്ചു. ഐ എം ദ പ്രിൻസിപ്പൾ ഓഫ് ദിസ് കോളേജ് എന്ന്. അപ്പോൾ സോമേട്ടൻ മറുപടി പറഞ്ഞു, ഐ ആം ദ ഫസ്റ്റ് പീപ്പിൾസ് ജഡ്ജ് ഓഫ് കേരള. ഞാൻ കേരളത്തിലെ ആദ്യത്തെ ജനകീയ ജഡ്ജാണെന്ന്. എനിക്ക് പ്രിയപ്പെട്ട വെങ്കിടിയോട് ചോദിക്കാനുള്ളത്, വെങ്കിടി കേരളത്തിലെ ആദ്യത്തെ ജനകീയ സിനിമയുടെ പ്രൊഡക്ഷൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളായിരുന്നു. എ സോമൻ്റെ നിരൂപണങ്ങളെ ശ്രീനിവാസൻ്റെ പിൽക്കാലം റദ്ദാക്കിയോ? സന്ദേശത്തിലെ വിപൽ സന്ദേശങ്ങൾ എന്ന ലേഖനത്തിൽ സഖാവ് എ സോമൻ എഴുതിയത്, വെളുത്തവനായ ജയറാമിനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായും കറുത്തവനായ നിങ്ങളെ ഒരു കോൺഗ്രസ്സുകാരനായും നിങ്ങൾക്ക് ആ സിനിമ ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നായിരുന്നു ഒരു ഏകദേശം 30 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു എ സോമൻ എഴുതിയത്. നിങ്ങളടക്കമുള്ള ജനപ്രിയ സിനിമകളുടെ വിമർശകരെ മറികടന്ന് ശ്രീനിവാസൻ്റെ നർമ്മം രാഷ്ട്രീയമായി സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയം ഉന്നയിക്കുന്നു. അല്ല, എനിക്കോട് സോമൻ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, അന്ന് ചോദിക്കേണ്ട ചോദ്യവുമാണ് എന്നുള്ളത് സംശയമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇടതുപക്ഷ നിരൂപകൻ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് മാഷ് അങ്ങനെ പൊതുസമൂഹം വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരൊറ്റ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് ശ്രീനിവാസൻ ചുരുക്കേണ്ടതുണ്ടോ എന്ന് ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റു രീതിയിൽ കുറച്ചുകൂടി ആഴത്തിൽ, അതുകൊണ്ട് പറയാൻ ശ്രമിച്ചത് ഈ എൻ്റെ ഉള്ളിലെ ഇടർച്ചകളെ, എൻ്റെ ഉള്ളിലെ പല സ്വത്വങ്ങളെ, എൻ്റെ ഉള്ളിലെ
എന്താ പറയുക ബ്രാഹ്മണനെയും ദളിതനെയും എൻ്റെ ഉള്ളിലെ സ്ത്രീയെയും പുരുഷനെയും ഇതിൻ്റെ സംഘർഷങ്ങളെ ഇതിൻ്റെ അസ്ഥിരതകളെ ശ്രീനിവാസൻ ചോദ്യം ചെയ്തു ഞാൻ പറയുന്നത്. ശ്രീനിവാസൻ എല്ലാ കാലത്തും അതുപോലെ തന്നെ ഈ ഒരു പക്ഷേ ശ്രീനിവാസൻ ഉയർത്തിയ ഒരു വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ ആർക്കാണ് അവകാശം എന്നുള്ള ചോദ്യം നിരന്തരം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ തവണ എഴുതിയപ്പോൾ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു രംഗമുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഈ ഒരു മാധവ് വർമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ വന്നിട്ട് ഒരു വീട്ടിൽ പണിയെടുക്കുക. അപ്പോൾ ജഗദീഷ് ശ്രീകുമാറും അയാളുടെ പണിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ശ്രീനിവാസനും കൂട്ടരുണ്ട്. മറുവശത്ത് ഈ മാധവർമാർ വലിയ കൊട്ടാരം മേലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ട് എന്താ പറയുക ഒരു മാധവർമ്മ ഒരു ദീപ്പയിൽ വീഴുന്നു. അത് അയാളുടെ മേത്ത് മുഴുവൻ പൊടി പടരുന്നു. അത് വെള്ളപ്പൊടിയാന്നുള്ളതും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ ചിരിക്കാൻ തുടങ്ങല്ലോ. അപ്പോൾ അത് കണ്ടപ്പെട്ടത് എല്ലാവർക്കും ആദ്യം ചിരി വരും. വഴുക്കി വീണ ചിരിക്കുന്ന പോലെ എല്ലാവരും ചിരിക്കുന്നു. ചിരിച്ചിട്ട് പെട്ടെന്ന് പിന്നെയാണ് ആൾക്കാർ മനസ്സിലായത് ഇത് തമ്പുരാനാണല്ലോ എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിരി നിർത്തുന്നു. ബാക്കിയെല്ലാം ചിരി നിർത്താൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട്. അപ്പോൾ ചിരി നിർത്തുന്നതിൻ്റെ ഒരു ക്രമമുണ്ട്, ആരും ആദ്യം നിർത്തുന്നുള്ളത്. പക്ഷേ ശ്രീനിവാസൻ കാരണം ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നിർത്താൻ അറിയുന്നില്ല, ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അയാൾ. അപ്പോൾ കുറച്ച് എല്ലാവരും അയാൾ സ്ട്രെയിഞ്ച് ആയിട്ട് നോക്കുക. അപ്പോഴാണ് മനസ്സിലാവും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക, ബാക്കി ചിരി നിർത്തി എന്നുള്ളത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. പലതരം ചിരികളുണ്ട്. അതിൽ സ്ത്രീയുടെ പുരുഷനും ചിരിയുണ്ട്, മുതലാളിയുടെയും തൊഴിലാളിയുടെയും ചിരിയുണ്ട്, വലിയ എന്താ പറയുക തമ്പുരാൻ്റെയും സാധാരണക്കാരൻ്റെയും ചിരിയുണ്ട്. പക്ഷേ ഇതിൽ ചോദ്യമുണ്ട് ശരിക്കും, ആർക്കാണ് ഈ ചിരി തുടങ്ങാനും അവസാനിപ്പിക്കാനുള്ള അവകാശം എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും ശ്രീനിവാസൻ ചോദിച്ചില്ല. അത് വളരെ റാഡിക്കലായ ക്വസ്റ്റ്യനാണ്. അത് വെറും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു ഈ മറ്റു തരത്തിലുള്ള ലളിതമായ ചോദ്യങ്ങളിലേക്ക് ഒതുങ്ങുന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നു. ചിരി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഡിസ്റപ്റ്റീവാണ്. ഹാസ്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതാണ് എല്ലാ കാലത്തും. ആ ചിരി എല്ലാ കാലത്തും തുടർന്നിട്ടുണ്ടെന്നാണ് ഒരർത്ഥത്തിൽ പറയാവുന്നത്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ശ്രീനിവാസൻ കേരളത്തിലെ നിരൂപണത്തെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വളരെ പ്രത്യയശാസ്ത്രപരമെന്നോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ ക്രമങ്ങളെ വിലയിരുത്തൽ രീതികളെ അസ്ഥിരപ്പെടുത്തിയിട്ടുള്ള ആളാണ് അർത്ഥം. ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തയ്യാറാവുന്നുണ്ടോ? അതെ, ഞാൻ പ്രകാശനല്ലേ, പ്രകാശൻ പേര് മാറ്റുന്നുണ്ട് അല്ലേ, PA ആകാശ് എന്നാക്കി മാറ്റുന്നുണ്ട് ഫഹദ് ഫാസിലെ. ഇപ്പോൾ PA ആകാശിൻ്റെ ഒരു തലമുറയിൽ നിന്ന് ഞങ്ങൾ ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വരട്ടെ ചോദ്യങ്ങൾ. ഇത് നേരത്തെ ശ്രീനിവാസൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന സിനിമയിൽ മാധവൻ എന്ന ശ്രീനിവാസൻ്റെ പേര്, പക്ഷേ US റിട്ടേൺ ചെയ്യണമല്ലോ. അപ്പോൾ ശ്രീനിവാസൻ ആ പേര് മാറ്റിയിട്ട് MA ധവാൻ എന്നാക്കുന്നുണ്ട്. ഒരു അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പറ്റിയ പേര് അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ അതിഥികളോടുള്ള പ്രത്യേക നന്ദി സൂചിപ്പിക്കുന്നു. ചർച്ചയിലെ സശ്രദ്ധം ഈ ചർച്ച വീക്ഷിക്കാനെത്തിയ മുഴുവൻ ആളുകളോടും നന്ദി സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീനിവാസൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.